എന്നാ നമുക്കേ ഈ മുടി വെട്ടാൻ പോണ്ടേ? പോയാലോ? നമുക്ക് പഴനി പോണം, അമ്പായിനെ കാണണം. അപ്പൊ നമുക്ക് പോവാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? വാ. അങ്ങനെ നമ്മൾ കുട്ടീസിൻ്റെ മുടിയൊക്കെ മൊട്ടടിക്കാൻ തീരുമാനിച്ച്. ഇതുവരെയും മുടി വെട്ടിയിട്ടില്ല. അപ്പോൾ നേർച്ചയൊക്കെ നേർന്നതായതുകൊണ്ട് ഇന്നാണ് നമ്മൾ മുടി വെട്ടിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ട്രെയിൻ കാത്തിരിക്കണേന്. 1:05 നമുക്ക് ട്രെയിൻ. രാത്രി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലൈറ്റ് ഇട്ടഞ്ഞാലും ശരിയാവത്തില്ല. അങ്ങനെ നമ്മുടെ അനിയൻ വെളുപ്പിനായപ്പോൾ പറഞ്ഞു പൊള്ളാച്ചി എത്തി, നമുക്ക് അടുത്ത സ്റ്റോപ്പ് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് തയ്യാറായി നിൽക്കുന്നു. എൻ്റെ മോൻ്റെ ഒരു കള്ളച്ചിരി കണ്ടു. അവനാണെങ്കിൽ കാഴ്ചയൊക്കെ കണ്ടിരിക്കണേണ്. അങ്ങനെ നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ അടുത്തുള്ള ഒരാളോട് ചോദിച്ചു എവിടെയാണ് ഇങ്ങനെ മൊട്ടടിക്കണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു ബസ് വരും, ആ ബസ്സിൽ കയറി അവരോട് പറഞ്ഞാൽ മതി, അപ്പോൾ അവരാക്കി തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബസ് കാത്തൊക്കെ നിന്ന് ബസ് വന്നു. ഞങ്ങൾ ബസ്സിലോട്ടൊക്കെ കയറി. ഒരു രക്ഷയില്ല, ഫ്രീ ആണ് ബസ്. ആരെങ്കിലും പഴനി പോകാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബസ്സൊക്കെ ഉണ്ടാവും, നമുക്ക് ഫ്രീ ആണ്. പിന്നെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് പൈസ എടുക്കാത്ത ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മൊട്ടടിക്കാനായിട്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരാളും അനിയൻ്റെ കയ്യിലും ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയും ചെയ്യുന്നുണ്ട് വീഡിയോ അലോഡ് അല്ലട്ടാ എന്ന് പറഞ്ഞു, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്ത്. പിന്നെ അങ്ങേര് കാണാണ്ടാണ് ഞാൻ അടിക്കണത്. ഒരു ചെറിയൊരു ഭാഗം ഞാൻ എടുത്തത്. നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ പിള്ളേരെ മൊട്ടടിക്കണതൊന്ന് കാണണം, പിന്നീടാണെങ്കിലും കാണണമല്ലോ എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ പോലെ എടുത്ത് അങ്ങേരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് കൊടുത്തായിരുന്നു, വീട്ടിൽ നിന്ന് ചപ്പാത്തിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചോറ് കഴിക്കണേന്. അപ്പോൾ അവിടുത്തെ സാമ്പാറും രസവും ഒരു രക്ഷയില്ല, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്മായിമ്മയും അമ്മയും ഒക്കെ കൂടി ഷോപ്പിങ്ങിന് പോയി. ആണുങ്ങൾ 2 പേരും റൂമിലേക്ക് പോയി. അവർക്ക് ഈ ഷോപ്പിങ്ങിന് പെണ്ണുങ്ങളുടെ വരണമെന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ 5:45 ആയിട്ടാണ് അവിടെ എത്തി. നമ്മൾ തിരികെ 6:05 ട്രെയിൻ കാണിച്ചത്. അപ്പം നമ്മൾ 5:45 ആയപ്പോൾ തന്നെ എത്തി. തിരിച്ച് ഞങ്ങൾ പോണേണ്. അപ്പോൾ എല്ലാവരും അവിടെ നോക്കിയിരിക്കണേ. പക്ഷെ വന്നത് 6:15 ആയിട്ടാണ്. നമ്മൾ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന്. അങ്ങനത്തെ ട്രെയിനൊക്കെ വന്നു. ഇനി നമ്മൾ കയറാൻ പോണേണ്. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്തണത് 1 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ 1 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഓൾ എന്ന ബട്ടൺ നീക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തേക്ക് ബായ്.